നമ്മിലെ ദൈവീക വാഗ്ദത്തങ്ങളെ നാം സംരക്ഷിക്കണം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് പകരം മനുഷ്യൻ്റെ പദ്ധതി ചേരില്ല. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 10-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, ഇസ്മായേൽ അബ്രഹാമിൻ്റെ സന്തതിയായിരുന്നു, എന്നാൽ വാഗ്ദത്ത സന്തതി ഇസഹാക്കായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 12-ാം വാക്യം പറയുന്നു, ഇസഹാക്കിൽ നിന്നുള്ളവരാണ് അബ്രഹാമിൻ്റെ സന്തതി എന്നറിയപ്പെടുമെന്ന് ദൈവം പറഞ്ഞത്. ദൈവത്തിൻ്റെ പദ്ധതി മനുഷ്യൻ്റെ പദ്ധതിയാൽ മാറ്റി സ്ഥാപിപ്പാൻ കഴിയില്ല. ഇസ്മായേൽ ഇസഹാക്കിനെ പരിഹസിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു എന്ന് വചനം പറയുന്നു. അത് സാറ മനസ്സിലാക്കി. ഈ സാഹചര്യം തുടർന്നാൽ വാഗ്ദത്ത സന്തതിയുടെ ഭാവിയെ അത് ബാധിക്കും. അതിനാൽ അവൾ നടപടി ആവശ്യപ്പെട്ടു. സാറ ദൈവമേൽപ്പിച്ച വാഗ്ദത്തത്തെ സംരക്ഷിപ്പാൻ തന്നെ തീരുമാനിച്ചു. ജഡസന്തതിയും ആത്മീയ സന്തതിയും ഒരിക്കലും ഒരിടത്ത് ഒരുമിച്ച് വളരില്ല. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 29-30 വാക്യങ്ങൾ പറയുന്നു, ദാസിയെയും മകനെയും പുറത്താക്കി കളക. ആത്മീയ ജീവിതത്തിൽ നാം വേർപെടുത്തേണ്ട കാര്യങ്ങളുണ്ട്. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങളെ നാം സംരക്ഷിക്കുകയും വേണം. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ കൂടുതൽ വചനധ്യാനങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ കമൻറ്റ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.